Welcome to Zoology class. So in the last class, we have discussed about classification of organisms. And we discussed about the method of classification, hierarchy of classification, and different taxa in the classificational hierarchy. So what is the importance of knowledge about organisms? Or why should we get knowledge about different organisms? ഒരു ജീവിയെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് പ്രാധാന്യം? ഈ അറിവ് നമ്മൾ പല മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ ഫീൽഡ്, നമ്മുടെ കൃഷി മേഖലകളിൽ നമ്മൾ ജീവികളെക്കുറിച്ചുള്ള മറ്റ് ജീവികളെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പല ജീവികളെയും നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് പല മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട പല ആവശ്യത്തിനു വേണ്ടിയിട്ടും നമ്മൾ പല ജീവികളെയും ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ എൻവയോൺമെന്റൽ കണ്ടീഷൻസിന് വേണ്ടി, അതായത് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ജീവികളെ ഉപയോഗിക്കുന്നുണ്ട്. പല ജീവികളും ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളുടെ സൂചകങ്ങളായി പല ജീവികളും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിനും ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു, മറ്റ് ജീവികളെ ബാധിക്കുമ്പോൾ അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ജീവികളെക്കുറിച്ചുള്ള പഠനം, ജീവികളെക്കുറിച്ചുള്ള അറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജീവികളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ സമാഹരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജീവികൾക്ക് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ജീവിയെക്കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കാം. ഒരു ജീവിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജീവിയെക്കുറിച്ചുള്ള പഠനം, ജീവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ ധാരാളം മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു വ്യക്തിയെ ജീവികളെക്കുറിച്ച് ഉള്ള പഠനത്തിന് സഹായിക്കുന്ന അങ്ങനെ ആ സഹായിക്കുന്ന കാര്യങ്ങളെയാണ്, അത് ചിലപ്പോൾ ഒരു സ്ഥാപനമാകാം, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആകാം, ഒരു സ്ഥലമാകാം, അങ്ങനെ പലതുമാകാം. ഇതിനെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് വിളിക്കുക. ടാക്സോണമിക്കൽ എയ്ഡ്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. എയ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സഹായം എന്നാണ്, ഹെൽപ്പ് എന്നാണ് എയ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം. But taxonomical aid is something that may be an institution, as I told you, that may be an institution, that may be a written document, that may be a material, or that may be a place which help someone who is interested to know about organisms. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് വിളിക്കുക. ഇപ്പോൾ പലതരത്തിലുള്ള ടാക്സോണമിക്കൽ എയ്ഡ്സ് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് ഹെർബേറിയം ആണ്. ഹെർബേറിയം എന്താണ്? ഹെർബേറിയം ഈസ് എ വേർഡ് റിലേറ്റഡ് ടു ഹെർബ്. ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സീസണിൽ, ഏതെങ്കിലും ഒരു സീസണിൽ മാത്രം വളർന്ന് പുഷ്പിക്കുകയും ഫലമിടുകയും അതിനുശേഷം അത് നശിച്ചു പോവുകയും ചെയ്യുന്ന സീസണൽ ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഹെർബ് എന്ന് വിളിക്കാം. സാധാരണഗതിയിൽ ഈ ഹെർബ്സിനെയാണ് ഹെർബേറിയം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിന് ഹെർബേറിയം എന്ന പേര് കൊടുക്കുക. ഹെർബേറിയം എന്താണ് ഹെർബേറിയം എന്ന് നോക്കാം. ഹെർബേറിയം പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. It's a sheet of paper. Actually, it's a herbarium is actually a sheet of paper on which the entire plant or parts of a plant are preserved after drying and pressing. അതായത് സസ്യങ്ങളെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഭാഗങ്ങൾ, ഇലയോ അതിൻ്റെ പൂവോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ ഉണക്കി പ്രസ് ചെയ്ത് ഒരു പേപ്പറിൽ ഒട്ടിച്ച് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെർബേറിയം ഷീറ്റ് എന്ന് വിളിക്കുക. അതൊരു ഹെർബേറിയം ഷീറ്റാണ്. ഈ ഹെർബേറിയം ഷീറ്റിൽ ഏത് പ്ലാന്റിനെയാണോ അല്ലെങ്കിൽ ഏത് പ്ലാന്റിന്റെ ഭാഗങ്ങളാണോ അതിൽ പ്രിസർവ് ചെയ്തിട്ടുള്ളത്, ഉണക്കി പ്രസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം കൂടി ഉണ്ടാകും. അതിൻ്റെ പേര്, സയന്റിഫിക് നെയിം ഉണ്ടാകും, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകും. ചിലപ്പോൾ അത് ഏത് ജീനസിൽ വരുന്നു, ഏത് ഫാമിലി വരുന്നു, ഓർഡർ, അങ്ങനെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അത് ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് ഇതിനെ കളക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടാവും. അതിൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ചുള്ള ചില ചെറു വിവരണം, ഒരു ലഘു വിവരണം കൂടി ഈ ഹെർബേറിയം ഷീറ്റിൽ ഉണ്ടാകാം. ഇങ്ങനെ ഹെർബേറിയം ഷീറ്റുകളുടെ വലിയ കളക്ഷൻസ് തന്നെയുണ്ട്. നമ്മൾ ലൈബ്രറി എന്ന് പറയുന്ന പോലെ ലൈബ്രറിയിൽ ബുക്സുകൾ സൂക്ഷിച്ചിട്ടുള്ളത് പോലെ തന്നെ ഹെർബേറിയം ലൈബ്രറീസ് ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഹെർബേറിയം ലൈബ്രറീസ് ഉണ്ട്. അത് ചില ക്രൈറ്റീരിയ അനുസരിച്ച്, ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ പോലെ തന്നെ ഈ ഹെർബേറിയം ഷീറ്റുകളെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫൈലത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവിഷനിലുള്ള ഒരു ക്ലാസ്സിൽപ്പെട്ട, ആ ക്ലാസ്സിലെ പ്രത്യേക ഒരു ഓർഡറിലുള്ള, ആ ഓർഡറിലെ ഒരു ഫാമിലിയിൽപ്പെട്ട, ആ ഫാമിലിയിൽപ്പെട്ട ഒരു ജീനസിലെ ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ ഹെർബേറിയം കളക്ഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയി അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ സസ്യത്തെ സംബന്ധിക്കുന്ന ഹെർബേറിയം ഷീറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ആ സസ്യത്തിൻ്റെ പാർട്സോ, അത് വോൾ സസ്യം പറ്റുമെങ്കിൽ അങ്ങനെ അതിൽ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹെർബേറിയം ഷീറ്റ് നോക്കിയാൽ നമുക്ക് ആ സസ്യത്തെക്കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടും. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഹെർബേറിയം എന്ന് വിളിക്കാം. ഇത് സസ്യങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്, ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ്. ഇനി രണ്ടാമത്തതാണ്, മറ്റൊരു ടാക്സോണമിക്കൽ എയ്ഡാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ? ബൊട്ടാണിക്കൽ ഗാർഡൻ ഈസ് എ പ്ലേസ്, ഏക്കർ കണക്കിന് വിസ്തൃതമായി കിടക്കുന്ന ഒരു പ്ലേസ് ആണ്, ഒരു വലിയ ഒരു ഗാർഡൻ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. In botanical garden, different types of plants of different species are grown in a natural condition. അപ്പോൾ പ്രകൃതി അവരെങ്ങനെ വളരുന്നോ അതുപോലെ തന്നെ, ഏകദേശം അതുപോലെ തന്നെ അവയെ പരിപാലിക്കുന്നു. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ആ പ്ലാന്റ്സിലോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ അടുത്ത് ബോർഡിലൊക്കെ എഴുതി വെക്കാം. പ്ലാന്റ്സ് ഏത് സ്പീഷീസിൽ വരുന്നു, അതിൻ്റെ ജീനസ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി എന്താണ്, അതുപോലെ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ
എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ചെറിയ തോതിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് ഊട്ടിയിൽ ഉണ്ട്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ നിങ്ങൾ ചിലപ്പോൾ അത് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സന്ദർശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ വലിയ വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻസ് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ കീവ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്തുണ്ട്. ഇംഗ്ലണ്ടിലാണ് കീവ്. അവിടെ വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറയിലുണ്ട്. വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറയിലുണ്ട്. അതുപോലെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ലക്നൗ. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ലക്നൗ. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ്. അവിടെ പലതരത്തിലുള്ള സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്ററ്റ്. അപ്പോൾ അവിടെ പോയാൽ ജീവികളെക്കുറിച്ച് നമുക്ക് വിശദമായി പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാൻ സാധിക്കും. സോ അതൊരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. ഇനി മറ്റൊരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് മ്യൂസിയം. പലതരത്തിലുള്ള മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പല മ്യൂസിയങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ മ്യൂസിയം അല്ല, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ആ മ്യൂസിയം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പുരാവസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മ്യൂസിയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശാസ്ത്ര മ്യൂസിയങ്ങൾ വേറെയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ മ്യൂസിയം. അപ്പോൾ അവിടെ ബയോളജിക്കൽ മ്യൂസിയം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹിയർ dead animals and plants are preserved using certain chemical solutions. ചില രാസലായനികൾ, ചില സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില ലായനികൾ ഉപയോഗിച്ചുകൊണ്ട്, ചില സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡെഡ് ഓർഗാനിസത്തെ, ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സിൽ, പല പല കണ്ടെയ്നേഴ്സിൽ, പാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന അതിൻ്റെ ശേഖരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മ്യൂസിയം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മ്യൂസിയം എന്ന് വിളിക്കാം. ഇപ്പോൾ കോളേജുകളിലും അതുപോലെ ഈവൻ സ്കൂളുകളിലായാലും ചെറിയ ചെറിയ മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. പക്ഷെ വലിയ വലിയ മ്യൂസിയംസ് ഉണ്ട്. ഒട്ടനവധി ജീവജാലങ്ങളെ സൂക്ഷിക്കുന്ന, പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ രാസലായനിലിട്ട് സൂക്ഷിക്കുന്ന, കെമിക്കൽ സൊല്യൂഷനിലിട്ട് സൂക്ഷിക്കുന്ന വലിയ വലിയ മ്യൂസിയങ്ങളുണ്ട്. വർഷങ്ങളോളം യാതൊരു കേടുപാടും കൂടാതെ ഈ സസ്യങ്ങളും പ്ലാന്റ്സും അവിടെ നിലനിൽക്കും. പ്രധാനമായിട്ടും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഫോർമാലിൻ ആണ്. ഫോർമാൽഡിഹൈഡ് എന്ന രാസവസ്തുവിൻ്റെ വളരെ നേർപ്പിച്ച ഒരു രൂപമാണ് ഫോർമാലിൻ എന്നത്. ഫോർമാലിനാണ് സാധാരണഗതിയിൽ ജീവികളെ ഇങ്ങനെ ഡെഡ് ഫോമിൽ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി, പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ വലിയൊരു ഈ കളക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കാം? ബയോളജിക്കൽ മ്യൂസിയം എന്ന് വിളിക്കും. ഇറ്റ്സ് കോൾഡ് ബയോളജിക്കൽ മ്യൂസിയം. ഇനി അടുത്ത ഒരു ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത് കീ ആണ്. കീ നമുക്ക് സുപരിചിതമാണല്ലോ അല്ലേ? എന്താണ് കീ? ഒരു പൂട്ട് തുറക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കാം? കീ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഒരു ജീവിയിലേക്ക് നമ്മൾ ഈ കീ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, കീ എന്ന് പറയുന്ന ടാക്സോണമിക്കൽ എയ്ഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവി നമ്മൾ കണ്ടുമുട്ടി. ആ ജീവി ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ സ്പീഷീസ് എന്താണ്, അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇതിനു വേണ്ടിയാണ് കീ എന്ന് പറയുന്ന ടാക്സോണമിക്കൽ എയ്ഡ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ പക്കലുള്ള ഒരു ജീവി, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയ, നമുക്കറിയില്ലാത്ത, നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരു ജീവിയെ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പൂട്ട് തുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
സംവിധാനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കാം? കീ എന്ന് വിളിക്കാം. ഇപ്പൊ കീ എന്ന് പറയുന്നത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എ സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസം ആണ്. അതായത് ജീവികളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒരു സെറ്റായിട്ടാണ്. എ സെറ്റ് ഓഫ് ക്യാരക്ടർ ഹാവിംഗ് ടു സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റുകളുടെ രൂപത്തിൽ ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ ആ ഒരു സെറ്റിന് കപ്ലറ്റ് എന്നാണ് വിളിക്കുക. കപ്ലറ്റ്. ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കി, ആ സ്റ്റേറ്റ്മെന്റുകളിൽ പറയുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് ഇപ്പൊ ഈ രണ്ട് ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, കപ്ലറ്റുകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ കപ്ലറ്റിൽ വരുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ കപ്ലറ്റിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ആ ഫീച്ചേഴ്സ് നമ്മുടെ പക്കലുള്ള ജീവിയിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ഇപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ക്യാരക്ടർ നമ്മുടെ ജീവിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കപ്ലറ്റിലേക്കാണ്. ആ കപ്ലറ്റിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ നമ്മുടെ ജീവിക്കില്ല, രണ്ടാമത്തതുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കപ്ലറ്റിലേക്കായിരിക്കും നമ്മൾ പോകുക. അങ്ങനെ ഈ കപ്ലറ്റുകൾ നോക്കി ഈ കപ്ലറ്റുകൾക്ക് നമ്മൾ ലീഡുകൾ എന്നാണ് വിളിക്കുക, ലീഡ്സ് എന്നാണ് വിളിക്കുക. കാരണം ഇത് നമ്മളെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നയിക്കുന്നു. ഒരു കപ്ലറ്റിലുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ അടുത്ത കപ്ലറ്റിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. ആ കപ്ലറ്റിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ അത് നമ്മളെ അടുത്തൊരു കപ്ലറ്റിലേക്ക് നയിക്കുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഈ ജീവിയുടെ ശാസ്ത്ര നാമത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷനിലേക്കോ നമ്മൾ എത്തിച്ചേരുന്നു. ആ ജീവി ഏതാണ് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ജീവിയെ കണ്ടെത്തി, നമുക്ക് ആ ജീവി ഏതാണെന്ന് അറിയില്ല. നമുക്ക് കീ ഉപയോഗിക്കാം. കീ എന്ന് പറഞ്ഞാൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ്സ് ഓഫ് കപ്ലറ്റ്സ് ആണ്. അപ്പൊ ആ ജീവി ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ജീവി നട്ടലുള്ള ജീവിയാണ്, നട്ടലില്ലാത്ത ജീവിയാണ്. ഇതൊരു കപ്ലറ്റാണ്. കീയിലുള്ള ഒരു കപ്ലറ്റ് ആയിരിക്കാം. നട്ടലുള്ള ജീവിയാണ്, നട്ടലില്ലാത്ത ജീവിയാണ്. ജീവി നമ്മുടെ പക്കലുണ്ട്, നിങ്ങൾ നോക്കുന്നു, മനസ്സിലായി, അത് നട്ടലുള്ള ജീവിയാണ്. അപ്പൊ നട്ടലുള്ള ജീവിക്ക് ബാധകമായ അടുത്ത കപ്ലറ്റിലേക്കാണ് പോകുക. നട്ടലില്ലാത്ത ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പം നമ്മൾ കളഞ്ഞു, അതിനി വേണ്ട. കാരണം നമ്മുടെ ജീവി നട്ടലുള്ള ജീവിയാണ്. അടുത്ത കപ്ലറ്റിലേക്ക് പോയി. നെക്സ്റ്റ് കപ്ലറ്റ്, കരയിൽ ജീവിക്കുന്ന ജീവി, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി. നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവിയാണ്. ഇനി കരയിൽ ജീവിക്കുന്ന ജീവിക്ക് ബാധകമായ അടുത്ത കപ്ലറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ലീഡിൽ നിന്നും മറ്റൊരു ലീഡിലേക്ക്, അതിൽ നിന്ന് അടുത്ത ലീഡിലേക്ക് ഇങ്ങനെ പോയി നമ്മൾ എവിടെ എത്തുന്നു? ഈ നമ്മുടെ പക്കലുള്ള ജീവി ഏത് ജീവിയാണെന്ന് കണ്ടെത്തുന്നതിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. അതിൻ്റെ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എത്തുന്നു. അത് കണ്ടെത്താൻ നമ്മളെ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കീ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ടാക്സോണമിക്കൽ എയ്ഡാണ് സുവോളജിക്കൽ പാർക്സ് അല്ലെങ്കിൽ സൂ. നമ്മൾ സാധാരണ ഇതിൽ സൂ എന്ന് വിളിക്കുന്ന അത് സുവോളജിക്കൽ പാർക്കാണ്. എന്താണ് സുവോളജിക്കൽ പാർക്ക്? നമ്മൾ നേരത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക് different species of animals, especially wild animals, are preserved in captivity. അതായത് നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല അവരെ വളർത്തുക. നമുക്കറിയാമല്ലോ, നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല. കാരണം സിംഹവും കടുവയും
ആനയും അതുപോലെ മറ്റ് ധാരാളം വൈൽഡ് ആനിമൽസ് ഒന്നും അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല വളരുക. ബട്ട് ദേ ആർ പ്രൊട്ടക്റ്റഡ് ദർ ഇൻ ലിമിറ്റഡ് ഏരിയ. ചെറിയ ഏരിയയിൽ അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നു, അസുഖം വന്നാൽ ചികിത്സിക്കുന്നു, അതേപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അവരെ അവിടെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ ചെന്നാൽ ഈ ജീവികളെ നമുക്ക് നേരിട്ട് കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും സാധിക്കും. ഇതാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഫ്ലോറ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഫ്ലോറ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു റിട്ടൺ ഫോമാണ്, ഒരു റിട്ടൺ മാറ്ററാണ് ഫ്ലോറ. ഫ്ലോറ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലാന്റ്സ്. ഫ്ലോറ എന്ന വാക്ക് തന്നെ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഇറ്റ്സ് എ റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദ പ്ലാന്റ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, ഇൻ എ ഗിവൺ ഏരിയ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗിവൺ ഏരിയയിലെ പ്ലാന്റ്സിനെ കുറിച്ച് മൊത്തമുള്ള, അവിടുത്തെ പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ച് മൊത്തമുള്ള ലഘു വിവരണത്തിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫ്ലോറ എന്ന്. അത് ക്യാൻ ബി ഒരു പഞ്ചായത്തിലേതാവാം, അല്ലെങ്കിൽ ഒരു ജില്ലയിലെ ആവാം, ഒരു സംസ്ഥാനത്തിൻ്റെ ആവാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിൻ്റെ ഇൻഫർമേഷൻസ് എഴുതി വച്ചിരിക്കുന്ന ഒരു റിട്ടൺ ഫോമിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫ്ലോറ എന്ന് വിളിക്കാം. പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഇനി അടുത്തത് മോണോഗ്രാഫ് എന്ന് വിളിക്കുന്ന ഒരു കീയാണ്. മോണോഗ്രാഫ് എന്താണ്? മോണോ മീൻസ് സിംഗിൾ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാക്സോണിനെ പറ്റിയുള്ള വിവരണത്തിനാണ് മോണോഗ്രാഫ് എന്ന് വിളിക്കുക. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീനസിൽപ്പെട്ട മുഴുവൻ ഓർഗാനിസത്തെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽപ്പെട്ട എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും ആവാം. ദാറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാക്സോൺ, ആ ടാക്സോണിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസിനാണ് എന്ത് വിളിക്കുക? മോണോഗ്രാഫ് എന്ന് വിളിക്കും. മോണോഗ്രാഫ് എന്ന് വിളിക്കും. ഇനി അടുത്തത് കാറ്റലോഗ് ആണ്. കാറ്റലോഗ് എന്താണ്? കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്നാണ് അർത്ഥം. കാറ്റലോഗ് അതായത് ഒരു പ്രദേശത്തുള്ള, ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ജീവജാലങ്ങളുടെ ലിസ്റ്റിനാണ്. അവിടെ ലിസ്റ്റ് മാത്രമേ, വലിയ കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല കാറ്റലോഗിൽ. അത് ലിസ്റ്റായിരിക്കും. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇന്ന സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ലിവിങ് അവ എന്നുള്ള ഒരു ലിസ്റ്റായിരിക്കും ഈ കാറ്റലോഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടാക്സോണമിക്കൽ എയ്ഡ്സ്. By depending these taxonomic aids, we can get informations about different types of organisms. Okay. So we shall wind up the class here.